ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും ശില്പ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാജുവ ഇന്ന് നമ്മൾ എന്നാ കാണിക്കുന്നത്, ഇന്ന് ഞാനല്ലോ ചട്ടിക്കകത്താണ് ചോറ് തന്നെ കണ്ടോ. ഇത് ഇന്നലെ ഞാൻ മീൻകറി വെച്ചില്ലായിരുന്നു, അതിൻ്റെ മിച്ച ഇരിപ്പുണ്ടായിരുന്നു. ഇതിനകത്തോട്ട് നമുക്ക് ചോറും കറിയെല്ലാം ഒരുമിച്ച് നമുക്ക് മാറ്റി വെക്കട്ടെ. എന്താ ചോറെടുക്കാൻ പോകണം. ഇതൊരു സൈഡിലോട്ട് അങ്ങോട്ട് വെക്കാവേ. ആ ചോറെടുത്തു. ഇതിന് കറി നമ്മുടെ ഇന്നലത്തെ പുളിശ്ശേരിയുടെ മിച്ചം ഇത്രയുണ്ടായിരുന്നു, ഏത്തപ്പഴത്തിൻ്റെ. അത് ലേശം ഒഴിച്ചു. കൂടുതൽ കിടക്കട്ടെ. പിന്നെ ബീട്രൂട്ട് തോരൻ ഒരെണ്ണ വെച്ചുള്ളേ, അതും എടുത്തു. അത് ഒരു സൈഡിലോട്ട് വെച്ചു. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം അച്ചാർ ഒരു സൈഡിലോട്ട് വെച്ചു. പിന്നെ ഇത് ഞാൻ ഇന്ന് വെച്ചാണ്, ഇന്നലത്തെ ഏത്തക്കാമ്മീൻ്റെ മിച്ചം ഇരുന്നാണ്, അത് ഞാൻ മുളകിൽ വെച്ചു. മാങ്ങ ഇട്ടാണ് ഞാൻ വെച്ചത്. അപ്പോൾ അതിനകത്തുനിന്ന് മാങ്ങ 2 കഷ്ണം മാങ്ങ മാത്രം ഒന്ന് എടുക്കാം, ഈ കഷ്ണം വേണ്ട. ഇത് കണ്ടോ, ഇന്നലത്തെ മീൻകറി, പുളിശ്ശേരി, തോരൻ, മീൻകറിക്കകത്തിട്ട മാങ്ങ, പിന്നെ മാങ്ങാച്ചാറ്. ഇത് കണ്ടോ. ഒരുപാടൊന്നും വേണമെന്നൊന്നും ഇല്ല, ഇത്രയും മതി നമുക്ക് ചോറ് കഴിക്കാൻ. ചട്ടിച്ചോറിന് ഒരുപാട് കറികളൊന്നും വേണമെന്നില്ല. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഇതുണ്ടോ, ലേശം പുളിശ്ശേരി എടുത്ത്. ഈ പുളി കണ്ടോ, ഈ പുളി ഇതെങ്ങനെ പിഴിഞ്ഞങ്ങ് ഒഴിക്കണേ. ഇച്ചിരി തോരന്, ഇച്ചിരി കടുക് മാങ്ങ, കറിവെച്ച മാങ്ങ, ലേശം മീൻ. കഴിക്കട്ടെ. എൻ്റെ അമ്മ സൂപ്പർ, പൊടിച്ചത് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോറിന് എന്നാ കറിയെന്ന് കമൻറ്റ് ചെയ്യാം. ഞാനപ്പോൾ ഈ ചട്ടി ഒന്ന് വടിച്ചൊന്ന് ക്ലീൻ ആക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ. പിന്നെ എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.